വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ വച്ചിരുന്ന കുറേ പോയിൻറ്റ്സൊക്കെ നമ്മുടെ ഫാദർ പറഞ്ഞു കഴിഞ്ഞു, ഡോക്ടേഴ്സും ഒക്കെ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വീണ്ടും അത് പറയുന്നത് ആവർത്തനമായിട്ട് പോവും. ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ചക്രാസ്, 7 ചക്രാസ് ഉണ്ട് നമുക്ക്. സഹസ്രാര, ആജ്ഞാചക്ര എന്നൊക്കെ വേണ്ട. അതിലേക്ക് പോകാൻ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ചുരുക്കി പറയാനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പൊതുവേ നമ്മുടെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചില രാഗങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താം. ഹംസധ്വനി നമുക്കറിയാം, കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത സപ്തസ്വരങ്ങളും വരുന്ന 72 രാഗങ്ങളും അതിൻ്റെ ജന്യരാഗങ്ങളായിട്ട് 36,000-ലധികം രാഗങ്ങളുണ്ട്. അതിൽ ശങ്കരാഭരണത്തിൻ്റെ 29ാമത്തെ മേളകർത്ത രാഗത്തിൻ്റെ ജന്യരാഗമാണ് ഹംസധ്വനി. ഹംസധ്വനി നമ്മൾ ന്യൂറോ പ്രോബ്ലം ഉള്ളവരൊക്കെ ഹംസധ്വനി കേൾക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സംഗീതം ഒരു പ്രോബ്ലം ഇല്ലാത്തവരും കേൾക്കുന്നത് പ്രതിരോധശേഷി കൂട്ടും. അതുപോലെ പ്രഗ്നൻസിയിൽ ആ അമ്മ പാട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ ആ സമയത്ത് എൻ്റെ ഗൈനക്കോളജിസ്റ്റായിരുന്ന ഡോക്ടർ കൃഷ്ണൻകുട്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സംഗീതം ടീച്ചറായ കാരണം ഈ സമയത്ത് പഠിപ്പിച്ച കുഴപ്പമുണ്ടോ ചോദിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പഠിപ്പിക്കുകയാണ് വേണ്ടത്, കാരണം ആ കുട്ടിയുടെ ആരോഗ്യത്തിനും മാനസിക വളർച്ചയ്ക്കൊക്കെ അത് വളരെ നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് സർവ്വരോഗ സംഹാരിണിയാണ്. അപ്പോൾ ഹംസധ്വനി ന്യൂറോ പ്രോബ്ലം ഉള്ളവരും അതുപോലെ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിന് വളരെ ശാന്തതയും സമാധാനവും നല്ല ചിന്തകൾ വളർത്താനും ഉള്ള രാഗമാണ്. സർവ്വരോഗ സംഹാരിണി എന്നാണ് ഹംസധ്വനീനെ പറയണേ. ഹംസധ്വനി അറിയണ്ടാവും, എന്നാലും ഞാൻ പെട്ടെന്ന് വാതാപി ഗണപതിം ഭജേഹം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഫിലിം സോങ്സ് ഉണ്ട്. രാഗങ്ങളെ മോഹങ്ങളെ രാവിൽ രാഗനിലാവിൽ, അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിലേക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ രാഗം, BP ഉള്ളവരും അതുപോലെ ഷുഗർ ഉള്ളവരൊക്കെ ഈ രാഗം കേൾക്കുന്നത് അവരുടെ ഡോക്ടേഴ്സിനെ കാണണ്ട, മരുന്ന് കഴിക്കണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ, അങ്ങനെ പറയാനും പാടില്ല. ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിന് കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ളതാണ്. ഭാഗ്യശ്രീ ഖരകരപ്രിയയുടെ 22ാമത്തെ ഖരകരപ്രിയയുടെ ജന്യരാഗമാണ്. അത് ഷുഗറും BP ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രാഗമാണ്. ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അതാണ് ഭാഗ്യശ്രീ. അപ്പം അത് കേൾക്കുന്നത് ഷുഗറും പ്രഷറൊക്കെ കുറയാനായിട്ട് സഹായിക്കും. മധ്യമാവധി ഫാദർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ അത് ആവർത്തിക്കണില്ല. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനും നീർക്കെട്ടൊക്കെ മാറാനും ശരീരവേദന കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന രാഗമാണ് സിന്ധുഭൈരവി. സിന്ധുഭൈരവി എല്ലാവർക്കും അറിയണം. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം പങ്കജനേത്രം പരമപവിത്രം തുമ്പുരു നാരദ ഗാനവിലോലം വെങ്കടാചല നിലയം. നമ്മുടെ ഹരിമുരളീരവം കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ അങ്ങനത്തെ പാട്ടുകളൊക്കെ അപ്പോൾ അത് കേൾക്കുന്നത് നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷനൊക്കെ കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ ശുദ്ധധന്യാസി കേൾക്കുന്നത് നമ്മുടെ നെർവിന് ഒരു ടോണിക്ക് പോലെയാണെന്നാണ് പറയണത്. ശുദ്ധധന്യാസി ഹാപ്പിനെസ് നൽകുന്ന ഒരു രാഗമാണ്. എല്ലാ രാഗങ്ങളും നമുക്ക് ഹാപ്പിനെസ് തരും, പക്ഷേ ചിലതിന് കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാവും. അതുപോലെ മൈഗ്രെയിൻ ഉള്ളവർ ശുദ്ധധന്യാസി കേൾക്കുന്നത് നല്ലതായിരിക്കും. സഗമ പനി സനി പമഗ സഗമ പമഗമ പനി പമ പനി സനി പനി സകനി സ പനി മ പഗ മഗ സ ശ്യാമമേഘമേ നീ ഏതുകുല സ്നേഹദൂതുമായി അങ്ങനത്തെ പാട്ടുകൾ
ഹിമഗിരി തനയേ ഹേമലതേ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്തിനു വേറൊരു സൂര്യോദയം. അപ്പോൾ ഇനിയും ഒരുപാട് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ സമയക്കുറവ് കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും സംഗീതം കേൾക്കുക. അതുപോലെ സ്പീച്ച് തെറാപ്പി ചെയ്യുന്ന കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ ചിലരെ എൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചില വാക്കുകൾ പ്രായമായിട്ടും സംസാരിക്കുമ്പോൾ ഒരു നാവിനൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് സംഗീതം പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ കുറേ വരിശകളും ഒക്കെയാണല്ലോ തുടക്കത്തിൽ പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സാഹിത്യങ്ങൾ ഒക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അതൊരു പ്രാക്ടീസ് ആവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും സ്ഫുടത വരും. നാവിൻ്റെ ഒരു എക്സസൈസൊക്കെ ആണെന്നുള്ളത് നിലയ്ക്ക് സംഗീതം പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു ടോണിക്കാണ് സംഗീതം. അപ്പോൾ നല്ല സംഗീതം കേൾക്കുക, അത് നമുക്ക് എന്നും നല്ലതേ വരുള്ളൂ. അപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവർക്കും സംഗീതം ആസ്വദിക്കാൻ പറ്റട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.